ഇതിൻ്റെ ഇടയിൽ ഭാര്യ ആരോ ഒന്ന് തട്ടിക്കൊണ്ട് പോകുന്നു. വീട്ടിലുള്ളൊരു പൂച്ചയും തല്ലിക്കൊല്ലുന്നു. ആ വില്ലന്മാർക്കറിയില്ല എങ്ങനെ പണ്ടത്തെ ഏജൻറ്റ് എക്സ് ആയിരുന്നു. പിന്നൊന്നും പറയണ്ടല്ലോ. പിന്നെ അടിയായി, വെടിയായി, ബോംബായി, കത്തിക്കുത്തായി, ഹാൻഡ് കോമ്പാക്റ്റ് ഫൈറ്റായി, കാർ റേസിംഗായി, മരുഭൂമി, പൊടിപാറൽ, പൊടിപടം. ഇതാണ് സീൻ പടം. കൊലമാസ്, ഒരു രക്ഷയില്ല. ഏതോ മരുഭൂമിയിൽ കാർ തമ്മിൽ ഫൈറ്റ്. ആരും മരുഭൂമിയിൽ നടന്നു പോണ്? പൃഥ്വിരാജാണോ? ആടുജീവിതം. അയ്യോ കിടിലം ഫൈറ്റ്. ഒരു ഹോളിവുഡ് വൈബുണ്ട്. Hey, what's up YouTube? I'm Spidey. Welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ അജിത് സാറിൻ്റെ വിടമുയർച്ചി സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അദ്ദേഹം ദുബായിൽ റേസിംഗും പരിപാടിയൊക്കെ ചെയ്തതിന് ശേഷം വരുന്ന ഒരു പടമാണിത്. ഏതൊരു ഇംഗ്ലീഷ് പടത്തിൻ്റെ റീമേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതോ പഴയ പടമാണ്, ഞാനെന്തായാലും കണ്ടിട്ടില്ല. അതേതോ ഒരു ഓൾഡ് പടമാണ്. ഇനിയിപ്പോൾ അത് കാണാൻ നിൽക്കണ്ട, അപ്പോൾ ന്യൂ വെർഷൻ കാണാം നമുക്ക്. ഇത് ഈ മാസം റിലീസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അവന്മാർ ഈ ഇംഗ്ലീഷ് പടത്തിൻ്റെ ആൾക്കാർ കേസ് കൊടുത്തു. എന്തൊക്കെ സീനുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒഫീഷ്യൽ റീമേക്ക് ആക്കാനുള്ള എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും കണ്ടു നോക്കാം. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് വന്ന പടങ്ങളൊന്നും ഇപ്പം അധികം വിജയിച്ചിട്ടില്ല. ഈ പടമെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു. അപ്പം നമുക്കെന്തായാലും കണ്ടു നോക്കാം. ഏതോ മരുഭൂമിയിൽ കാർ തമ്മിൽ ഫൈറ്റ്. ആരും മരുഭൂമിയിൽ നടന്നു പോണ്? പൃഥ്വിരാജാണോ? ആടുജീവിതം. യൂണിവേഴ്സാണോ ഇത്? ഓ, ദൃശ്യാണോ നടി? ഇങ്ങനെ നന്നായിട്ട് മെലിഞ്ഞല്ലോ. റേസിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ നന്നായിട്ട് മെലിഞ്ഞ് ഫിറ്റായി. അപ്പം നല്ല ലുക്കായി സത്യത്തിൽ. I'm so lost. எனக்கு இந்த ஜெனரேஷன் பத்தி தெரியாது கைல். ஆனா நாம சின்ன பிள்ளையா இருந்தப்ப வாட்ச் கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், டிவி கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், தூக்கி போட மாட்டோம். എന്തോ റിപ്പയർ കടക്കാരനാണോ ഇതിൽ? ലവ് സ്റ്റോറിയാണ്. ഇങ്ങേരെന്തോ റിപ്പയർ കടക്കാരനാന്ന് തോന്നുന്നു. ഓ, ആക്ഷൻ കിങ്. നേരാണ് വില്ലൻ. അസർബൈജാനിലാണ് ഷൂട്ടിംഗ് പോകുന്നത്. அந்த மாதிரி பொம்பளைங்க வாழவே கூடாது. இதை ஸ்கெட்சை போட்டு கொடுத்ததே போலீஸ் தான் சார். അയ്യോ കിടിലം ഫൈറ്റ്. അയ്യോ കിടിലം ഫൈറ്റാട്ടോ. ഒരു ഹോളിവുഡ് വൈബുണ്ട്. ഈ ആക്ഷൻ കിങ്ങനെ കാണാൻ മറ്റേ ഗോട്ടിലെ വിജയ് ഉണ്ടല്ലോ, മറ്റേ മകൻ വിജയ്, അതിൻ്റെ ഒരു ലുക്ക്. கொஞ்ச நாளா என் உலகமே என்ன சுத்தி நொறுங்கிட்டு இருக்கு. உங்க கோவம் எனக்கு புரியுது. சேஃப்டி கேமரா. ആക്ഷൻ രംഗങ്ങളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ആക്ഷൻ. മറ്റേ ഹാൻഡ് കോമ്പാക്റ്റ് ഫൈറ്റാണെന്ന് തോന്നുന്നു ഫുള്ള്.
മൊത്തം മരുഭൂമിയിലാണ്. അയ്യോ കിട്ടില്ല പറ്റി. വിടം വെച്ച് എന്ന റിലീസ് ഫെബ്രുവരി 6 ഫെബ്രുവരി 6 റിലീസ്. ഇത്ര ഉള്ളല്ലേ ട്രെയിലർ. ഓക്കെ, കൊള്ളാം കൊള്ളാം ഗൈസ്, അടിപൊളി ട്രെയിലർ. ആക്ഷനൊക്കെ അടിപൊളിയിട്ടുണ്ട്. ഇത് മറ്റേ ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റൊക്കെയാണ് തോന്നുന്നു. മറ്റേ നമ്മൾ സാധാരണ വരുമല്ലോ, ഒരു ഇടിക്ക് 2-3 ആൾക്കാർ തെറിക്കണ ആ ഒരു സംഭവമല്ല ഇതിൽ. ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഹാൻഡ് കോമ്പാക്ട് പരിപാടിയാണ്. കൊള്ളാം, അത് നൈസായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാൽ ഇങ്ങനൊരു പഴയ എന്തോ ഏജൻ്റാണ്, ഏജൻ്റ് എക്സ്. പിന്നെ കുറേ മിഷനുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു സാധാരണ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി പോകുന്നു. ഒരു പെൺകുട്ടിയെ കാണുന്നു, അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു, അങ്ങനെ ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ അങ്ങനെ എന്തോ നന്നാക്കുന്ന, എന്തോ മെക്കാനിക്കോ റേഡിയോ നന്നാക്കുന്നു, TV നന്നാക്കുന്നു, അങ്ങനെ എന്തോ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് സാധനങ്ങൾ നന്നാക്കുന്ന എന്തോ ജോലിയാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇപ്പം ചെയ്യുന്നത്. പണ്ട് അവർ അങ്ങനെ ഏജൻറ്റ് എക്സ് ആണ്. ഇപ്പോൾ ഈ മെക്കാനിക് പരിപാടിയും ചെയ്ത് തൃശ്ശയുടെ കൂടെ അങ്ങ് ജീവിക്കണം. ഇതിൻ്റെ ഇടയിൽ ഭാര്യ ആരോ ഒന്ന് തട്ടിക്കൊണ്ടു പോകുന്നു, വീട്ടിലുള്ളൊരു പൂച്ചയും തല്ലിക്കൊല്ലുന്നു. ആ വില്ലന്മാർക്കറിയില്ല ഇങ്ങനെ പണ്ടത്തെ ഏജൻറ്റ് എക്സ് ആയിരുന്നു. പിന്നൊന്നും പറയണ്ടല്ലോ. പിന്നെ അടിയായി, വെടിയായി, ബോംബായി, കത്തിക്കുത്തായി, ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റായി, കാർ റേസിംഗായി, മരുഭൂമി, പൊടിപടം. ഇതാണ് സീൻ പടം. കൊലമാസ്, ഒരു രക്ഷയില്ല. കണ്ടിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ആയിരിക്കും തോന്നുന്നു. കൊള്ളാം, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പടങ്ങൾ. തിയേറ്ററിലൊക്കെ പോയി കാണണമെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഇങ്ങനെ അടി പിടി വെടി ബോംബ് അങ്ങനത്തെ സംഭവം കാണാം, നല്ല രസമുള്ളൂ. നമ്മൾ മലയാളത്തിലും ഇതുപോലത്തെ ഒക്കെ പടങ്ങൾ വന്നിട്ട് കുറേ കാലം. ഇപ്പോൾ ഫുള്ള് റിയാലിസ്റ്റിക്. ഈ സത്യം പറയല്ലോ, പടം കൊള്ളാം, നൈസാണ്. പക്ഷേ റിയലിസ്റ്റിക് കണ്ട് മടുത്തു. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ആക്ഷൻ സംഭവങ്ങളൊന്നും വരുന്നില്ല. മാർക്കോ ആകെ ഇപ്പോൾ ഒരു മാർക്കോണ്. മാർക്കോ അടിപൊളിയാണ്, പക്ഷേ അധികം വരുന്നില്ല. കൂടുതൽ വരുന്ന റിയലിസ്റ്റിക് കണ്ട് മടുത്തു. മലയാളത്തിനും ഇതുപോലത്തെ ഒക്കെ ഒരു ആക്ഷൻ പടങ്ങൾ വരട്ടെ എന്ന് വിചാരിക്കുന്നു. അജിത്തിൻ്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ കുറേ നാളായി അദ്ദേഹത്തിൻ്റെ ഒരു പടം വിജയിച്ചിട്ട്. എന്തെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു. കണ്ടിട്ട് വിജയിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ റീമേക്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു പുച്ഛാണ്. റീമേക്ക്. പക്ഷേ അതൊക്കെ ഇംഗ്ലീഷ് പടം കുറേ മുന്നേ ഇറങ്ങിയ പടമാണ്, എത്ര ഓൾഡ് പടം. അതൊന്നും ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തമിഴന്മാരൊന്നും കാണാൻ പോകുന്നില്ല, ഞാൻ തന്നെ കാണാൻ പോകുന്നില്ല. അതുപോലെ തന്നെ റീമേക്കാണെന്ന് പറയുമ്പോൾ ഏത് സിനിമയുടെ റീമേക്കാണ്, അപ്പം ആ പടം പോയി കാണും. എന്നിട്ട് ആ പടമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യും. ആ നടൻ്റെ പോലെ ആയില്ല, ആ നടൻ ഫൈറ്റ് ചെയ്ത പോലെ ആയില്ല, ആ സിനിമയിലുള്ള ആക്ഷൻ പോലെ ആയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പടത്തിനെ ഡിഗ്രേഡ് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കുറേ മുന്നേ ഇറങ്ങിയ പടം. ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 2025 ന്യൂ വേർഷൻ കാണാനല്ലാതെ ഇപ്പം നമ്മൾ ആ ഇംഗ്ലീഷ് പടം പോയി കണ്ട പിന്നെ ഇത് കാണാനൊരു മൂഡുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആ റീമേക്ക് പടം കാണുന്നില്ല. ഞാൻ അജിത്തിൻ്റെ ഈ ന്യൂ വേർഷനാണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കാണാം. ഇംഗ്ലീഷ് കാണണമെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ അജിത് സാറിൻ്റെ ഈ ന്യൂ വേർഷൻ കാണാൻ വെയിറ്റ് ചെയ്യാം. വില്ലൻ ആക്ഷൻ കിങ് ആണല്ലേ. അദ്ദേഹം ലിയോയ്ക്ക് ശേഷം വരുന്ന പടം തോന്നുന്നത്. ലിയോയിൽ അദ്ദേഹത്തിന് അധികം റോളില്ലായിരുന്നു. കിടിലൻ ആക്ടറാണ്, പക്ഷേ അധികം പേര് അദ്ദേഹത്തിന് യൂസ് ചെയ്യണില്ല. ഇതിൽ നല്ലൊരു വേഷമായിരിക്കും തോന്നുന്നു. എന്തായാലും പടം അടിപൊളിയാട്ടെ. എനിക്ക് 1-2 രക്ഷാപ്രവർത്തനത്തിന് പോകാൻ സമയമായി. അടുത്ത ഏതെങ്കിലും കിടിലൻ ട്രെയിലർ ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വരുന്നതാണ് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി. സൈനിങ് ഓഫ് സ്പൈഡി, ബൈ. ഇന്ന് രാവിലെ ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ കുടുങ്ങിയ ഒരു തെങ്ങ് ഏറ്റുകാരനെ താഴെയിറക്കി. അയാൾ സന്തോഷം കാരണം എനിക്ക് 2-3 കരിക്ക് തന്നു. കിടിലൻ കരിക്ക്, കിണ്ണം, നല്ല ടേസ്റ്റായിരുന്നു. കൊള്ളാം. ഇന്ന് രാവിലെ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. രാവിലെ ഫുഡ് പോലും കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ സൂപ്പർ ഹീറോസിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം.
എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും ടൈമില്ല. ഏത് നേരം രക്ഷപ്രവർത്തനമാണ്. ഇപ്പം തന്നെ പോകാൻ സമയമായി. ഇന്നൊരു 3-4-5 പേരെങ്കിലും രക്ഷപ്പെടുത്തണം. അപ്പോൾ ശരി ഗായ്സ്, ബൈ.